ഹായ് എവ്രി വൺ. വെർച്വൽ ഓഫീസിൽ GST രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ വെർച്വൽ ഓഫീസ്, കമ്പനി രജിസ്ട്രേഷൻ, ഈ ടോപ്പിക്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണാം. സോ വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളൊരു ഫിസിക്കലി തന്നെ ഒരു ഫുൾ സ്പേസ് റെൻ്റ് എടുക്കാതെ ഒരു പോർഷൻ ഓഫ് ദ സ്പേസ് റെൻ്റ് എടുക്കുന്ന ഒരു സംഭവമാണ് വെർച്വൽ ഓഫീസ്. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സിനാരിയോയിലാണ് ഞാൻ സംസാരിക്കുന്നത്. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് GSTയിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ സിനാരിയോയിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ? കമ്പാരിറ്റീവ് ടു നമ്മളിപ്പോൾ വെർച്വൽ ഓഫീസിൽ നമുക്ക് പ്രൈമറിലി 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് കമ്പനി രജിസ്ട്രേഷൻ ചെയ്യണം, പിന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അത് കുറച്ചും കൂടി ടഫറാണ്. ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഓഫീസ് സ്പേസ് നിങ്ങൾ അതിൻ്റെ ബോർഡ്സും കാര്യങ്ങളും ഒക്കെ പ്രോപ്പർലി വെക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം GST രജിസ്ട്രേഷനാണ്. GST രജിസ്ട്രേഷൻ ഒന്നും കൂടി സ്ട്രിക്റ്ററാണ്. അപ്പോൾ GSTയുടെ കേസിൽ ഒരു ഗുഡ്സിൻ്റെ ബിസിനസ് ഉണ്ട്, സർവീസിൻ്റെ ബിസിനസ് ഉണ്ട്. ഗുഡ്സിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ ഓഫീസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു എന്തെങ്കിലും മെറ്റീരിയൽസ് വിൽക്കുന്നതാണ്, ഗുഡ്സാണ് വിൽക്കുന്നത്, ഗുഡ്സിൻ്റെ GST. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ GST ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളുടെ വെയർ ഹൗസ് ചിലപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് അവിടെ കാണേണ്ടി വരും. ഒരിക്കലും വെർച്വൽ ഓഫീസിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല, നിങ്ങൾക്കൊരു സെപ്പറേറ്റ് വെയർ ഹൗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഒരു സർവീസ് ബിസിനസ്സാണ്, നിങ്ങളൊരു IT ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് ലെവലാണ് നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ ഓഫീസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് പ്രൊവൈഡഡ് ആയിട്ട് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ പ്രോപ്പർ ബോർഡ്, GST നമ്പർ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. ഇതിന് കൂടെ തന്നെ നിങ്ങളൊരു വെർച്വൽ ഓഫീസ് പ്രൊവൈഡറുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം GSTയുടെ കേസ് മാത്രമല്ല, നാളെ നിങ്ങൾക്ക് അവിടെ ഈ വെർച്വൽ നിന്ന് ഒരു മാനേജർ ഓഫീസിലോട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ തന്നെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വെർച്വൽ ഓഫീസ് ആൻഡ് മാനേജർ സ്പേസസിൻ്റെ ഒരു വെഞ്ചറുണ്ട്. അതിൻ്റെ പേര് കോമൺ സ്പേസ് എന്നാണ്. ഈ കോമൺ സ്പേസ് നിങ്ങൾക്ക് ഈ കംപ്ലയൻസസ് ലെവലിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. GSTയുടെ കേസിലാണെങ്കിലും കമ്പനി രജിസ്ട്രേഷൻ്റെ കേസിലാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് ത്രൂ നിങ്ങൾക്ക് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ഗേറ്റ് വേസ് എടുക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ പറയാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഇട്ട ഡീറ്റെയിൽസിൽ നമ്മുടെ വെബ്സൈറ്റും ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.